Kerala and Karnataka, the glow of purity. എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, രാവിലെ നടക്കാനിറങ്ങിയാവണം. ആ നടക്കാനിറങ്ങിയില്ലാണ്ട് രണ്ടാം പെരുന്നാളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധമായ ഒരു വോയിസിൽ വരാണ്ടായ കാരണം, ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അതിൻ്റെ പ്രിയങ്കരനായ നേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഒരു പത്രപ്രസ്ഥാനം നടത്തുന്നത് നമ്മൾ കണ്ടു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരാൻ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു അത് എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ പല ആഗ്രഹവും ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിനാണ് രാഹുൽ ഗാന്ധിനെ കൊണ്ട് കേരളത്തിൽ മത്സരിപ്പിച്ച് 12 സ്റ്റേറ്റിൽ കോൺഗ്രസും BJP നേരിട്ട് മത്സരിച്ചു. അവിടെ വലിയ ആനമുട്ട കിട്ടിയത്. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടാണെങ്കിൽ 19 സീറ്റ് BJPക്ക് കിട്ടില്ല. അരിഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അവിടെ മത്സരിക്കാതെ കേരളത്തിൽ വന്ന് മത്സരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും ഇടതുപക്ഷത്തിനെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. പിന്നീടാണ് നിങ്ങൾക്ക് BJP ശത്രുവായി മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ ആഗ്രഹം നിറവേറാത്തതുകൊണ്ട് വേങ്ങര മണ്ഡലത്തിൽ ആൾക്കാരും രക്ഷപ്പെട്ടു. എന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ 8ാമത്തെ വട്ടം 5 കൊല്ലം കൊണ്ട് വോട്ട് ചെയ്യേണ്ടി വന്നിരുന്നു നമ്മളെ വേങ്ങര മണ്ഡലത്തിലെ ആൾക്കാർ. ഓലവിടെ കഴിച്ചിലായി. അല്ലെങ്കിൽ വല്യൂപ്പര് നേരെ രാജ്യസഭയിൽ കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. രാജ്യസഭ എന്നും മുസ്ലിം ലീഗിന് സമ്പന്നന്മാർക്കുള്ളതാണ്. മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ അവനാനുള്ളത്. അങ്ങനത്തെ ഒരു പോലെയാണ് പോണത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലപാടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ ആദ്യം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് അടക്കട്ടെ. നിങ്ങൾ ആദ്യം വയനാട് മത്സരിക്കുമ്പോൾ ആര് മത്സരിക്കുകയാണെങ്കിലും കൊടി എടുക്കാൻ പറ്റുമോ, ബലൂണാ വേണ്ടതെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. കാരണം ഈ പാവപ്പെട്ട നിരപരാധികളായ പാവപ്പെട്ട യൂത്ത് ലീഗിൻ്റെയും മൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയൊക്കെ പിള്ളേർ വെറുതെ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിൻ്റെ അടി വാങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചപ്പോൾ, ജയിച്ച് ആഹ്ലാദ പ്രകടനം ഇനി കഴിഞ്ഞ 12-ാം തീയതി, ഇന്നിപ്പോൾ 18-ാം തീയതിയാണ്. ആ 12-ാം തീയതി ആ ഇതിൽ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ അരീക്കോട് KFC-കാർ നല്ലോണം അടിച്ച് കൂറൊക്കെ ഇട്ടപ്പോൾ കേസ് ഈ 12-ാം തീയതി എന്നൊക്കെ 6 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ നിങ്ങൾ അണികളോട് പറയണം, കൊടി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബലൂണാ വേണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ സംബന്ധിച്ച് അങ്ങക്ക് അത് കൊടിയും പടിയൊന്നും നിങ്ങളെ കുറിച്ച് നിലപാടല്ല. നിങ്ങൾക്ക് നിലനിൽപ്പാണ്. 10 രൂപ ഉണ്ടാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. 10 റുപ്യ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ 8 വർഷം ഭരണമില്ലാഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയില്ലാതെ അന്നിപ്പോൾ നിലമ്പൂർ ബാബിൻ്റെ 2 മാസം കഴിഞ്ഞാൽ ആ രാജ്യസഭ ഗാനം കഴിഞ്ഞാൽ അതോടി ചന്ദ്രിക ഏകദേശം വെള്ളക്കാട്ടം തൂറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വലിയൊരു പെരുന്നാളായിട്ട് പോലും ഏറ്റവും ശമ്പളം കൊടുക്കാം പൈസ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ട് ശമ്പളം കൊടുക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കാര്യത്തിന് അതിനൊക്കെ പൈസ ഉണ്ടാവും. പക്ഷേ നിത്യതൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഏത് വയനാടല്ല ഏത് മണ്ഡലത്തിലാണ് തോൽവി ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോറ്റു വെച്ച് ഞങ്ങൾ മാറിപ്പോകണമല്ലോ എന്നല്ല ഇടതുപക്ഷക്കാർ. ഞങ്ങൾ 100 വോട്ട് പഞ്ചായത്തിലുണ്ടാകുന്ന കാലത്തും അവിടെ മത്സരിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ പോരാട്ടമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ്. അത് നിലപാടിൻ്റെ പോരാട്ടമാണ്. അല്ലാതെ 2 വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് ഒരിക്കലും ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ കാണാറില്ല. അപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കൊള്ളരായ്മ ചെയ്യാൻ നിങ്ങൾക്ക് കാര്യലാഭത്തിന് വേണ്ടി ചെയ്യണം. പക്ഷേ പാവപ്പെട്ട അണികളെ ഈ അടി കൊള്ളിക്കരുത്. ഇപ്പം 12-ാം തീയതി തല്ലിട്ടീന്ന് കാരണം ഞങ്ങളൊന്ന് ആലോചിച്ചാണെങ്കിൽ ആഹ്ലാദ പ്രകടനത്തിൽ നിങ്ങൾക്ക് അരീക്കോട് നിന്ന് തല്ലിട്ടിയാണ് KFC-കാർ കൂറൊക്കെ ഇട്ടിട്ട് കേസ് ഇന്നെടുത്തിട്ടുണ്ട്. 2 കേസ് ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലൊന്ന് വണ്ടൂരും ഒന്ന് അരീക്കോടുണ്ട്. 6 സ്ഥലത്ത് അടി കിട്ടിയിരുന്നു. പക്ഷേ അടിയിട്ട് പോലീസുകാർ പിന്നെ ബാക്കിയുള്ളതാണ് പൊഞ്ഞു വിട്ടുക. അപ്പോൾ ഇങ്ങോട്ട് പറയാനുള്ളത്, ഞങ്ങൾ മത്സരരംഗത്തുണ്ടാവും. പക്ഷേ പ്രിയങ്ക ഗാന്ധി അല്ല, ഇനിയിപ്പോൾ സോണിയാഗാന്ധി ആണെങ്കിലും ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് അതൊന്ന് രാഷ്ട്രീയ പോരാട്ടമാണ്. അപ്പം ഇങ്ങോട്ട് പറയാനുള്ളത്, അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഈ അറസ്റ്റിൻ്റെ തണൽ കൊടിക്കല്ല ബലൂണും കിട്ടിയ നാറ്റങ്ങൾ ബലൂൺ അടുക്കണ്ടേ കൊടി അടുക്കണ്ടേ. ഇപ്പം തന്നെ ലീഗ് ഓഫീസിൻ്റെ മുകളിൽ കൊടിയൊക്കെ കഴിച്ച് ഒന്ന് താത്തിയേക്കാൻ പറഞ്ഞോടി. ഇപ്പോൾ മലപ്പുറത്തും പൊന്നാണിയിലും 1 ലക്ഷം വോട്ട് ഏറെ കിട്ടിയപ്പോൾ അഹങ്കാരത്തിൻ്റെ കൊട്ടേറ്റ് നടക്കുകയാണ്. അത് STPൻ്റെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും ഇവിടുത്തെ മതവർഗീയവാദികളെ വോട്ടൊന്നായിട്ട് കിട്ടിയതാണെന്നുള്ളത് അരിവർഷം കഴിക്കുന്നവർക്കറിയാം. അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ വെടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് 12 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുത്താൽ മനസ്സിലാവും. BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരിച്ചൊക്കെ വലിയ ആനമുട്ട കിട്ടിയത്. ഇപ്പോൾ തെലങ്കാനയിൽ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസ് ഭരിക്കണതല്ല. അവിടെ എത്ര സീറ്റാണ് കിട്ടിയത്?
കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലെവിടെ കിട്ടി? ഇവിടെ പിണറായി രാജിവെക്കണം എന്ന് പറയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ ലീഗിൻ്റെ ആൾക്കാരോടും പറയാനുള്ളത്, ഒരു നേരെങ്കിലും അരിവർഷം കഴിക്കണ ബുദ്ധിക്കൊന്ന് രാഷ്ട്രീയം പറയാൻ നിങ്ങൾ പഠിക്കുക. വേറെ ഇങ്ങനെ പറയണ പോലെ നെഞ്ഞത്തേക്ക് അനാവശ്യം പാപ്പാനും മാനും പറഞ്ഞ് വരികയല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ ബോധം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ബലൂണാ വേണ്ടത്, കൊടിയാണ് വേണ്ടത്, വടിയാണ് വേണ്ടത് എന്നുള്ളത് അണികളെ പറഞ്ഞ് ബോധം വലിക്കിച്ചിട്ട് ആരും മത്സരിച്ചോട്ടെ, അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇനി തല്ല് കണ്ടിക്കാൻ ഞങ്ങൾക്ക് വയ്യാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവർക്കും നല്ലത് വരട്ടെ. ജനാധിപത്യ മതേതരത്വം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാറിനും RSSനും ഒത്താശ പാടുന്ന UDF നേതൃത്വമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടത്. അതിൻ്റെ ബാക്കിയാണ് ഇനി കാണാം പാലക്കാട് പോണത്. ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ കണ്ണുമുന്നിൽ കണ്ട റിലീസ് സിനിമയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി അങ്ങോട്ടാണ് പോയത്, ആരാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് കേരളത്തിൽ വരാതിരിക്കാൻ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടു കൂടി പോരാട്ടം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് നാഷണൽ ലീഗ്. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങും മുഴങ്ങുന്നു. മർദ്ദിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ചണി ചേരുക നാം. കരുത്തരായിട്ടണി ചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയാൻ. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. മർദ്ദിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. സേട്ടു സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ വിപ്ലവകാവ്യം വാനിലെങ്ങും മുഴങ്ങുന്നു. മർദ്ദിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ചണി ചേരുക നാം. കരുത്തരായിട്ടണി ചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയാൻ. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഊരിൽ മൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവകാവ്യം വാനിലെങ്ങു മുഴങ്ങുന്നു. മർദ്ദിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു.
സാഹിബിൻ കരങ്ങളാലിത് പടുത്തുയർത്തിയ പ്രസ്ഥാനം. ആദർശത്തിൻ ധീരതയോടിത് മുന്നോട്ടെന്നും മുന്നോട്ട്. സേട്ടു സാഹിബിൻ വിപ്ലവകാവ്യം വാനിലെങ്ങും മുഴങ്ങുന്നു. മർദ്ദിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. അധസ്ഥിതന്റെ മോചനവാക്യം രാജ്യത്തൊരു പ്രഭ വീശുന്നു. പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. ഇരുണ്ട ഹൃദയ പദങ്ങളിൽ ആശ്വാസത്തിൻ തേന്മഴ ചൊരിയുക നാം. സാമ്രാജ്യത്വ കഴുകന്മാർക്കൊരു താക്കീതായി മാറിയിടുക നാം. സമത്വ സുന്ദര രാഷ്ട്രം പണിയാനൊത്തൊരുമിച്ചണി ചേരുക നാം. കരുത്തരായിട്ടണി ചേരുക നാം. നാഷണൽ ലീഗിൽ അണിയണിയായി. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. നാഷണൽ ലീഗ് സിന്ദാബാദ്. ഉയർന്നൂടിയ നാട്ടിൽ ഹരിത പതാക വാനിൽ പറക്കുന്നു. വിമോചനത്തിൻ വിപ്ലവഗാനം വാനിലെങ്ങും മുഴങ്ങുന്നു. വർദ്ധിത ജനതക്കാശ്വാസത്തിൻ കൈത്തിരിനാളം തെളിയുന്നു. രാജ്യത്തൊരു പ്രഭ വീശുന്നു. Kerala and Karnataka, the glow of purity. City Gold, gold and diamonds. Kerala and Karnataka. Vena's Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Vena's Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Vena's Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Vena's Trading and Services as your trusted partner in Qatar. Contact us today, 55488910. Vena's Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം. ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com.